കറിയെല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്, പടവലങ്ങയും ഉള്ളിയും കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലിട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഇത്രയും പടവലങ്ങ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പടവലങ്ങ എടുക്കണം. ഇത് നല്ല നാടൻ പടവലങ്ങയാണ്. പിന്നെ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി, പിന്നെ അണ്ടിപ്പരിപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വറുത്തെടുത്തിട്ട് വരാം. വറുത്തെടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ് തേങ്ങ വറുക്കുന്ന കാണിക്കാത്തത് കേട്ടോ. തണുത്തതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ വറുത്ത തേങ്ങയെല്ലാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ എത്തിച്ച് കൊടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, 2 കൊത്ത് കറിവേപ്പില, ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് വന്ന് കിട്ടട്ടെ. ഇത്രയും മതിയാവും. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം അതിലേക്ക്. ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്കാണ് നല്ലൊരു ടേസ്റ്റ് സവാളയെക്കാളും. ഇതൊന്ന് ചുവന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത്രയും മതിയാവും. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയല്ലേ, അതിലോട്ടിട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി വേണ്ടത് മീഡിയം സൈസിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ
ഇതും ഒന്ന് വഴറ്റി കൊടുക്കാം. കാരണം മല്ലിപ്പൊടി വന്നിട്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. അത് കാരണം അത് വഴറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് പച്ചമണം പോകേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും വറുത്താണ് പൊടിക്കുന്നത്. മുളക് മാത്രം പച്ചയ്ക്ക് പൊടിക്കും. ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് മതിയാവും. ഇത്രയും മതിയാവും. അതായത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇല്ലേ, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എരിയും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ഇട്ട് കൊടുക്കാം കുറച്ച്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് എണ്ണ തെളിയാൻ വേണ്ടി മൂടി വയ്ക്കാം. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യും.